രാജ്യമാണ് അമേരിക്ക എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ഇപ്പോൾ ഇത് ആഗോള തലത്തില് യുദ്ധമുറകളിൽ വരുന്ന മാറ്റങ്ങൾ കണക്കിലെടുത്ത് അടുത്ത 2-3 വർഷത്തിനുള്ളിൽ കുറഞ്ഞത് 10 ലക്ഷം ഡ്രോണുകളെങ്കിലും സ്വന്തമാക്കാൻ US ആർമി പദ്ധതി ഇട്ടിരിക്കുകയാണ്. നിലവിലെ വാർഷിക സംഭരണം തന്നെ 50,000 യൂണിറ്റുകളാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ആർമി സെക്രട്ടറി ഡാനിയൽ ബ്രിസ്കോൾ റോയിറ്റേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത്. ഡ്രോണുകളെ വില കൂടിയ ആസ്തികളായി കാണാതെ ചിലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിച്ച് ഉപേക്ഷിക്കാവുന്നതുമായ വെടിക്കോപ്പുകളായി മാറ്റാനാണ് സൈന്യം ലക്ഷ്യമിടുന്നത്. യുക്രൈനിലെ റഷ്യൻ യുദ്ധം പോലുള്ള നിലവിലെ സംഘർഷങ്ങളിൽ നിന്ന് ലഭിച്ച നിർണായക പാഠങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിൽ. യുക്രൈൻ പാഠങ്ങളും ചൈനീസ് വെല്ലുവിളിയും യുദ്ധസമയത്ത് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു ആഭ്യന്തര വിതരണ ശൃംഖല സ്ഥാപിക്കേണ്ടതിന്റെ അടിയന്തരാവസ്ഥ ബ്രിസ്കോൾ ഊന്നി പറഞ്ഞു. ഡ്രോണുകളാണ് ഭാവിയിലെ യുദ്ധം, അവയുടെ ആക്രമണ പ്രതിരോധ ശേഷികളിൽ നാം നിക്ഷേപം നടത്തണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. യുക്രൈനിൽ വില കുറഞ്ഞ ഡ്രോണുകൾ പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ വിനാശകരമാണെന്ന് തെളിയിച്ചു. നിലവിൽ യുക്രൈനും റഷ്യയും പ്രതിവർഷം ഏകദേശം 40 ലക്ഷം ഡ്രോണുകൾ നിർമ്മിക്കുന്നുണ്ട്. അതേസമയം ചൈന 80 ലക്ഷത്തിലധികം ഡ്രോണുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ളവരാണ്. വാണിജ്യ ഡ്രോൺ വിപണിയുടെ പകുതിയിലധികവും നിയന്ത്രിക്കുന്ന DJI പോലുള്ള ചൈനീസ് ഇറക്കുമതിയിലുള്ള US-ന്റെ ആശ്രിതത്വം ഒരു വലിയ ദുർബലതയായി സെക്രട്ടറി ബ്രിസ്കോൾ കാണുന്നു. 1-2 വർഷത്തിനുള്ളിൽ ഒരു ശക്തമായ പ്രവർത്തനക്ഷമമാക്കാവുന്ന വിതരണ ശൃംഖല സ്ഥാപിക്കാനാണ് സൈന്യത്തിന്റെ ശ്രമം. പരമ്പരാഗത ആയുധ പരിപാടികളിൽ നിന്ന് നിക്ഷേപം മാറ്റാനാണ് സൈന്യം പദ്ധതിയിടുന്നത്.